സുരേഷ് ഗോപിയെ പിടിച്ച് അകത്തിടുമെന്നും പുള്ളിക്കാരൻ്റെ മകളുടെ കല്യാണത്തിന് മുമ്പ് കൊടുക്കാനാണ് പ്ലാന്, ഇങ്ങനെയൊക്കെ പല പല ന്യൂസുകൾ കേൾക്കുന്നു. അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, എന്താല്ലേ നമ്മുടെ എങ്ങോട്ടാണ് നമ്മുടെ സ്റ്റേറ്റ്സിൻ്റെ ഒരു പോക്ക്. രാഷ്ട്രീയമായിട്ടൊരു എതിരാളി ഉണ്ടെങ്കിൽ ഏതേലും ഒരു ലേഡിയുടെ പേര് ചേർത്ത് എന്തേലുമൊക്കെ അങ്ങ് പറഞ്ഞാൽ മതി, അവരെ തകർക്കാനായിട്ടുള്ള ഒരു ആയുധമാക്കിയിട്ട് ഇവർ കാണുന്നത് ഇതുപോലെ ഡീഫെയിം ചെയ്യുക. അവർക്കും ഒരു ഫാമിലി ഉണ്ട്, അവർക്കും വലിയ പിള്ളേരുണ്ട്, അല്ലെങ്കിൽ അവരുടെ വീട്ടിലും ഉണ്ട് അമ്മയും പെങ്ങന്മാരും ഭാര്യമാരും, അവരൊക്കെ സൊസൈറ്റിയിൽ ഇറങ്ങി നടക്കുന്നതാണ്. ഇങ്ങനെയൊന്നും ഒരു വിചാരമില്ലാതെ സ്വന്തം ബെനിഫിറ്റിന് വേണ്ടി തോന്നിയ വാസം വിളിച്ച് പറയുക. ഒരു എതിരാളി അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡിലുള്ള ഏത് ഫീൽഡാണെങ്കിലും ആ നമുക്ക് എതിരാളി എന്ന് തോന്നുന്നവരെ എങ്ങനെയാണ് നമ്മൾ പരാജയപ്പെടുത്തേണ്ടത്? അവരെ കഴിഞ്ഞും നല്ലതായിട്ട് നമ്മൾ വർക്ക് ചെയ്ത് കാണിക്കണം, അല്ലേ? ജനങ്ങളുടെ മനസ്സിൽ കുടിയേറണം. അപ്പോൾ ജനങ്ങൾ തന്നെ കൺഫ്യൂസ് ആകും, ആരെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ട, ആരാണ് ബെറ്റർ. വർക്ക് ചെയ്ത് അവർക്ക് നന്മ ചെയ്തിട്ട് എതിരാളിയെ തോൽപ്പിക്കുന്നതിന് പകരം കുടിയില്ല ബുദ്ധി, ഇതൊക്കെ സൊസൈറ്റിക്ക് എന്താണ് ഒരു മെസ്സേജ് കൊടുക്കുന്നത്? അതായത് എതിരാളിയെ തോൽപ്പിക്കണമെങ്കിൽ അവൻ്റെ കുടുംബത്തിന് പാര വെച്ചിട്ട് ഇല്ലാവചനം പറഞ്ഞേച്ച് ആണ് ഒരാളെ തോൽപ്പിക്കേണ്ടത്. ഇങ്ങനെയാണോ ഒരു റോൾ മോഡലായിട്ടുള്ള ആൾക്കാർ ചെയ്യുന്നത്? അപ്പം ഈ കോടതിക്കും ഇവർക്കുമൊക്കെ പെട്ടെന്ന് നീതി നടപ്പാക്കാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, അല്ലേ? ഇതിപ്പോൾ ഒരു മാധ്യമ പ്രവർത്തക വഴി തടഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ പുള്ളി കൈകൊണ്ട് തട്ടി അല്ലെങ്കിൽ ഒരു മാറ്റി പോകാൻ ശ്രമിച്ചതാണല്ലോ കുറ്റം. അതേസമയം സാധാരണക്കാരൻ്റെ കൊച്ചു പിള്ളേരെ റേപ്പ് ചെയ്തത് എല്ലാ വിറ്റ്നസ്സും അല്ലെങ്കിൽ എല്ലാ തെളിവുകളും ഉണ്ടായിട്ട് പോലും ജസ്റ്റ് വെളിയിൽ കറങ്ങി നടക്കുന്ന നമുക്ക് കാണാവുന്നത്, അല്ലേ? കൊച്ചു പിള്ളേരെ റേപ്പ് ചെയ്തവന്മാരും കൊന്നവന്മാരും എല്ലാം നടക്കുക, വഴി കൂടെ കൈയും വീശിയാണ് നടക്കുന്നത്. ആ കുറ്റകൃത്യങ്ങൾ ചെയ്തവർക്കുള്ള ആ ശിക്ഷ കണ്ടതുകൊണ്ടാണല്ലോ പിന്നെയും പിന്നെയും വർദ്ധിച്ചു വരുന്നത്. അതേസമയം ഇപ്പം ഈ ബഹളങ്ങൾ കാണുമ്പോൾ നാട്ടുകാർ വിചാരിക്കില്ലേ, ഇപ്പം കൈ തൊട്ടേ 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 എന്നുള്ള ഈ കൂവൽ കാണുമ്പോഴത്തേക്കിനും ആദ്യമായിട്ട് വല്ലതും അല്ലെങ്കിൽ ഈ വളർന്നു വരുന്ന പെട്ടെന്നുള്ള പിള്ളേരൊക്കെയാണല്ലോ ഓരോ വർഷം കഴിയുമ്പോഴും ചെറിയ പിള്ളേരാണല്ലോ അഡൾട്ട് ആകുന്നത്. അവർ ഓർക്കും എന്തൊരു സേഫ്റ്റിയാണ് ലേഡീസിന് ഇവിടെ. അതേസമയം 6 മണി കഴിഞ്ഞാൽ പോലും നമുക്ക് വെളിയിലിറങ്ങി നടക്കണമെങ്കിൽ രണ്ടുപേർ കൂടെ വേണമെന്നുള്ള കാര്യം, വീട്ടിലുള്ള ആങ്ങളെയോ അല്ലെങ്കിൽ അച്ഛനോ ആരെയും കൂടെ ഇല്ലാതെ നമുക്ക് രാത്രി വെളിയിലിറങ്ങാൻ മേലെന്നുള്ള കാര്യം നമുക്കേ അറിയത്തുള്ളൂ. പക്ഷേ ഈ മീഡിയയുടെ ഹൈപ്പ് കണ്ടാൽ ഒരു ലേഡിയെ 14 സെക്കൻഡ്സ് നോക്കിയാൽ ജയിലിൽ പോകും, അല്ലെങ്കിൽ സ്റ്റെയറിങ് തുറിച്ച് നോക്കിയാൽ ജയിലിൽ പോകും, തോണ്ടിയാൽ ജയിലിൽ പോകും, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു ബഹളവേ ഇതുപോലുള്ള രാഷ്ട്രീയ പാർട്ടിക്കാർ ചെയ്യുമ്പോൾ സെലിബ്രിറ്റികൾ തൊടുമ്പോഴോ അല്ലെങ്കിൽ സെലിബ്രിറ്റികളായിട്ടുള്ള ലേഡീസിനെ തൊടുമ്പോഴോ ആയിരിക്കും മീഡിയകളാണെങ്കിലും വനിതാ കമ്മീഷൻ ആണെങ്കിലും നാട്ടുകാരാണെങ്കിലും സ്ത്രീ സുരക്ഷയെക്കുറിച്ച് വാചാലരാകുന്നതും ഡിസ്കസ് ചെയ്യുന്നതും. അതേസമയം ഈ സ്ത്രീ സുരക്ഷയും അല്ലെങ്കിൽ സ്ത്രീകൾക്കുള്ള ഈ ബെനിഫിറ്റ്സും ഒന്നും സാധാരണക്കാർക്കും അവരുടെ മക്കൾക്കും ബാധകമല്ല. ഇൻ കേസ് ഇപ്പം അവർ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്താലും സാധാരണക്കാരായിട്ടുള്ളവർ പെൺകുട്ടികളാണേലും ലേഡീസ് ആണേലും പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈൻറ്റ് ചെയ്യുന്നാൽ തിരിച്ചവരെ ചീത്ത വിളിച്ച് ഓടിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണാറുള്ളത്. നിങ്ങൾ എന്തിനാണ് പണിക്ക് പോയി, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് രാത്രിയിൽ ഇറങ്ങി നടന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ആ വസ്ത്രങ്ങൾ അതുപോലെ ധരിച്ചത്, അതുകൊണ്ടല്ലേ അങ്ങനെ വന്നെന്ന് തിരിച്ച് ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കും, അല്ലേ? സോ ഈ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള ഉന്നതരായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ അവരുടെ എതിരാളികൾക്ക് ഇടിച്ചു താക്കാനോ അല്ലെങ്കിൽ അവരെ ഡിഫെയിം ചെയ്യാനോ. ജനങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, എന്ത് ന്യൂസ് വന്നാലും അതിനെക്കുറിച്ച് 1 മിനിറ്റ് ഇരുന്ന് ആലോചിക്കുക, എന്നിട്ട് മാത്രം ഒരാളെ നമ്മൾ വിചാരണ ചെയ്യാവുള്ളൂ.